أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമദാൻ്റെ പരമമായ ലക്ഷ്യം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ദർസ് നൽകുന്നത്. റമദാൻ നന്മയുടെ ആത്മീയതയുടെ വസന്തമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ എന്താണ് റമദാൻ്റെ പരമമായ ലക്ഷ്യം? വിശുദ്ധ ഖുർആൻ ഇത് സംബന്ധമായി പറയുന്നു: വിശ്വാസികളെ, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ തഖ്വയുള്ളവരായി തീരാൻ വേണ്ടി. സൂറത്തുൽ ബഖറയിലെ 184-ാമത്തെ വചനമാണിത്. ഇവിടെ നോമ്പിൻ്റെ പരമമായ ലക്ഷ്യമായി പറഞ്ഞിരിക്കുന്നത് ലഅല്ലക്കും തത്തഖൂൻ എന്നുള്ളതാണ്. അതായത് നിങ്ങൾ തഖ്വയുള്ളവരായിത്തീരുക എന്ന്. തഖ്വ അഥവാ ഭയഭക്തി ഉള്ളവരായി ധാർമ്മികവും ആത്മീയവുമായ ന്യൂനതകളിൽ നിന്നും സുരക്ഷിതരാകും വിധം ദോഷബാധയെ സൂക്ഷിക്കുന്നവരാകുക എന്നതാണ് റമദാനിൻ്റെ പരമമായ ലക്ഷ്യം. വെറും വിശപ്പും ദാഹവും സഹിക്കലല്ല, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തഖ്വ എന്നതിൻ്റെ അർത്ഥം സൂക്ഷിക്കുക, ഒഴിഞ്ഞു മാറുക, പരിച ആക്കുക എന്നിവയെല്ലാമാണ്. ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുക. എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം, അല്ലെങ്കിൽ എന്താണ് ദൈവത്തിൻ്റെ അനിഷ്ടം, ദൈവം ഇഷ്ടപ്പെടുന്നതും അനിഷ്ടപ്പെടുന്നതും എന്തെല്ലാമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. അത് പഠന വിധേയമാക്കുമ്പോഴാണ് നാം തഖ്വയുടെ ഉന്നതമായ നിലവാരം കരസ്ഥമാക്കുന്നവരായി മാറുക. റമദാൻ മാസത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് ഷഹ്റു റമദാൻ അല്ലസി ഉൻസില ഫീഹിൽ ഖുർആൻ എന്നുള്ളതാണ്. അതായത് വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് റമദാൻ മാസം. വിശുദ്ധ ഖുർആനിലെ കൽപ്പനകൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രാവർത്തികമാക്കാൻ പറ്റിയ ഒരു മാസം കൂടിയാണ് റമദാൻ മാസം. അതിനുള്ള സാഹചര്യങ്ങൾ ആ മാസത്തിൽ ഉടലെടുക്കുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറഞ്ഞത്: ഇസാ ദഖല അശ്ശഹ്റു റമദാനു ഫുതിഹത്ത് അബ്വാബു സമാഇ വഫി റിവായത്തിൻ ഫുതിഹത്ത് അബ്വാബുൽ ജന്നത്തി വഗുല്ലിഖത്ത് അബ്വാബു ജഹന്നമ വസുൽസിലത്തിൽ ഷയാത്തീൻ. മിഷ്കാത്തിലുള്ള മുത്തഫഖുൻ അലിയായ ഹദീസാണിത്. ഹദ്റത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു: റമദാൻ മാസം വന്നാൽ ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുന്നതാണ്. മറ്റൊരു റിവായത്തിലുള്ളത് സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരക കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുകയും ശൈത്താൻ ബന്ധിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. ഇവിടെ റമദാൻ മാസത്തിൽ നമുക്ക് ആത്മീയമായി ഉയരാൻ, ധാർമ്മികമായി ഉയരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കപ്പെടുന്നു. മറ്റൊരു നിവേദനത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: ഹദ്റത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു: ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൻ സാമ റമളാന ഈമാനൻ വ ഇഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം അരുളുകയുണ്ടായി: വിശ്വാസത്തോടും ആത്മപരിശോധന നടത്തിക്കൊണ്ടും ആരാണോ റമളാനിൽ നോമ്പെടുക്കുന്നത് അവരുടെ മുൻകാല പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. മറ്റൊരു നിവേദനത്തിൽ നോമ്പിൻ്റെ പരമമായ ലക്ഷ്യമായി പറയുന്നത് ദൈവപ്രാപ്തി കരസ്ഥമാക്കുക എന്നുള്ളതാണ്. തഖ്വ സ്വയം അർത്ഥമാക്കുന്നതിലൂടെ നമുക്ക് അള്ളാഹുവിനെ പ്രാപിക്കാൻ സാധിക്കുന്നതാണ്. ഹദ്റത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, അള്ളാഹു പറയുന്നു. ഇത് ഖുദ്സിയായ ഒരു ഹദീസാണ്. അതായത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ഹദീസുകളെ നമ്മൾ ഖുദ്സിയായ ഹദീസ് എന്ന് പറയുന്നു. അള്ളാഹു പറയുന്നു, നോമ്പൊഴികെയുള്ള മനുഷ്യൻ്റെ മറ്റെല്ലാ കർമ്മങ്ങളും അവന് തന്നെയുള്ളതാണ്.
നോമ്പ് എനിക്കും, ഞാൻ തന്നെ അതിന് പ്രതിഫലമാകും. അതായത് നോമ്പിനുള്ള പ്രതിഫലമായി അവർക്കെന്നെ കാണാൻ കഴിയും. നോമ്പ് പരിചയാകുന്നു. ആയതിനാൽ നിങ്ങളിൽ ആരെങ്കിലും നോമ്പിലാണെങ്കിൽ അയാൾ അനാവശ്യം പറയുകയോ ബഹളം ഉണ്ടാക്കുകയോ ചീത്ത പറയുകയോ ചെയ്യരുത്. അഥവാ ആരെങ്കിലും വഴക്കിന് വന്നാൽ ഞാൻ നോമ്പുകാരനാണ്, ഇന്നി സായിമുൻ എന്നയാൾ പറയട്ടെ. ആരുടെ കയ്യിലാണ് മുഹമ്മദിൻ്റെ ജീവനിരിക്കുന്നത് അവനാണ് സത്യം. നോമ്പുകാരൻ്റെ വായിലെ മണം അള്ളാഹുവിൻ്റെ പക്കൽ കസ്തൂരിയേക്കാൾ പരിശുദ്ധവും പ്രിയങ്കരവുമാണ്. നോമ്പുകാരന് 2 ആനന്ദമാണുള്ളത്. ഒന്ന് നോമ്പ് തുറക്കുമ്പോഴും മറ്റൊന്ന് നോമ്പ് കാരണം തൻ്റെ നാഥനെ കണ്ടുമുട്ടുമ്പോഴും. ബുഖാരിയുള്ള ഹദീസാണ്. ഈ സ്ഥാനം നമുക്ക് നേടാൻ കഴിയുന്നില്ലെങ്കിൽ ഈ മാസം വെറുതെ ആയോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ദൈവം സ്വയം പ്രതിഫലമായി തീരും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവസാനം അവനെ കണ്ടുമുട്ടുമ്പോൾ അവൻ സന്തോഷിക്കുന്നു എന്ന് പറയുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ റമദാനിലെ ലക്ഷ്യം. അതേപോലെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, കളവ് പറയലും അതനുസരിച്ചുള്ള പ്രവൃത്തിയും ആർ ഉപേക്ഷിക്കുന്നില്ലയോ അവൻ തൻ്റെ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കേണ്ട യാതൊരു ആവശ്യവും അള്ളാഹുവിനില്ല. ചുരുക്കത്തിൽ ആത്മീയ വസന്തത്തിൻ്റെ ഈ മാസം തഖ്വയും ദൈവസാമീപ്യവും സ്വായത്തമാക്കാനുള്ള പ്രായോഗിക പരിശീലനം, അതല്ലെങ്കിൽ ട്രെയിനിങ് പീരീഡ് കൂടിയാണ്. അത് ശരിക്കും കരസ്ഥമാക്കാനായി നാം റമദാൻ മാസത്തെ പ്രയോജനപ്പെടുത്തേണ്ടതാണ്. എങ്ങനെയാണ് നമുക്കിത് നേടാൻ സാധിക്കുക? അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ ഗുണനാമങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ നിന്നും പഠനം നടത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ കൂടുതൽ സമയം വിനിയോഗിച്ചുകൊണ്ട് അതിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടമെന്താണ് അനിഷ്ടമെന്താണ് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് നോമ്പുകാലത്ത് നമുക്കതിന് സാധിക്കുന്നതാണ്. സ്വയം ഒരു ആത്മപരിശോധന നടത്തിക്കൊണ്ട് കൂടുതൽ ആരാധന ചെയ്തുകൊണ്ട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും സഹിക്കുന്ന അഗതികളെയും ദരിദ്രരെയും മനസ്സിലാക്കി അവരോട് ദയ കാണിച്ചുകൊണ്ട് നമുക്ക് ഇത് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. നോമ്പിൻ്റെ പൊരുളിനെ സംബന്ധിച്ച് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങളിൽ 3-ാമത്തേതാണ് നോമ്പ്. നോമ്പിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചും ആളുകൾക്ക് അറിയില്ല. വാസ്തവത്തിൽ മനുഷ്യൻ പോകാത്തൊരു രാജ്യത്തെക്കുറിച്ചും പരിചയമില്ലാത്തൊരു ലോകത്തെക്കുറിച്ചും എന്ത് വിവരങ്ങളാണ് അവന് നൽകാൻ കഴിയുക? നോമ്പ് എന്നാൽ വിശന്നിരിക്കുകയും ദാഹിച്ചിരിക്കുകയും ചെയ്യുക എന്നത് മാത്രമല്ല, അതിനൊരു യാഥാർത്ഥ്യവും സ്വാധീനവുമുണ്ട്. അത് അനുഭവത്തിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. മനുഷ്യൻ്റെ പ്രകൃതത്തിൽ എത്ര കുറച്ച് ഭക്ഷണം കഴിക്കുന്നുവോ അത്രത്തോളം നഫ്സിൻ്റെ, അതായത് ആത്മാവിൻ്റെ ശുദ്ധീകരണം നടക്കുന്നു. ഒപ്പം കശ്ഫീ ശക്തികൾ, ദിവ്യദർശന ശക്തികൾ വർദ്ധിക്കുന്നു. ഒരു ഭക്ഷണത്തെ കുറയ്ക്കുകയും മറ്റൊന്നിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത്. നോമ്പുകാർ എപ്പോഴും ഓർമ്മിക്കേണ്ടത് വിശന്നിരിക്കുക എന്നത് മാത്രമല്ല ഇതിൻ്റെ ലക്ഷ്യം, മറിച്ച് തവക്കുൽ, അള്ളാഹുവിലുള്ള ആശ്രയം, അതേപോലെ തന്നെ ഇൻഖിതാ, പൂർണ്ണമായും ഭൗതികതയെ വിച്ഛേദിച്ചുകൊണ്ട് അള്ളാഹുവിലേക്കുള്ള തിരിയൽ എന്നിവ നേടുന്നതിനായി അള്ളാഹുവിൻ്റെ സ്മരണയിൽ മുഴുകിയിരിക്കേണ്ടതാണ്. അതുകൊണ്ട് നോമ്പ് എന്നാൽ ശരീരത്തെ മാത്രം പോഷിപ്പിക്കുന്ന ഒരു അപ്പത്തെ ഉപേക്ഷിച്ച് ആത്മാവിന് സമാധാനം സംതൃപ്തി നൽകുന്ന മറ്റൊരു അപ്പം നേടുക എന്നതാണ്. വെറും ആചാരത്തിനായിട്ടല്ലാതെ അള്ളാഹുവിന് വേണ്ടി മാത്രം നോമ്പെടുക്കുന്നവർ അള്ളാഹുവിൻ്റെ സ്തുതിയും തസ്ബീഹും തഹ്ലീലും ദിക്റുകളിൽ മുഴുകിക്കൊണ്ട് ഇരിക്കുന്നതാണ്. അതുവഴി അവർക്ക് 2-ാമത്തെ ആഹാരം ലഭിക്കും. തഖ്വ കൊണ്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, മൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ആരാണോ തഖ്വ സ്വീകരിക്കുന്നത്, സ്വായത്തമാക്കുന്നത്, അവനു വേണ്ടി അള്ളാഹു എല്ലാ ഞെരുക്കങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മോചനത്തിനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഇതേപോലെ അള്ളാഹു മുത്തഖീങ്ങളുടെ കൂടെയാണ്, അള്ളാഹു മുത്തഖീങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നിങ്ങനെ നിരവധി ഗുണങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അൽ ഖാമിസ് അയ്യദഹുല്ലാഹു തആല ബിൻ നസ്രിൽ അസീസ് പറയുന്നു, റമദാൻ വന്നെത്തിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ആരാധനകളുടെ നിലവാരം ഉയർത്തേണ്ടത് അത്യാവശ്യമാണ്. ഒപ്പം നമ്മളുടെ കർമ്മങ്ങളെ വിലയിരുത്തിക്കൊണ്ട് അവയെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് അനുസൃതമാക്കി മാറ്റി എടുക്കേണ്ടതാണ്. ഒരു വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിനു വേണ്ടി
രാവും പകലും കഠിനാധ്വാനം ചെയ്യുന്നത് പോലെ. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ രാത്രികളെ അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ കരുണാമയനും ദയാലുമായ ദൈവം, പ്രാർത്ഥന സ്വീകരിക്കുന്ന ദൈവം തൻ്റെ വാഗ്ദാനമനുസരിച്ച് നമ്മെ അവൻ്റെ പ്രീതിയുടെ പാതയിലേക്ക് നയിക്കും. അവൻ്റെ തൃപ്തിയുടെ മാർഗങ്ങളിലേക്ക് അവൻ നമ്മെ കൊണ്ടുവരും. തൻ്റെ പ്രത്യേക ദാസന്മാർക്ക് അവൻ നൽകുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മെ ആദരിക്കും. അവൻ്റെ സാമീപ്യം ലഭിക്കുന്നിടത്തേക്ക് നമ്മുടെ തഖ്വയുടെ നിലവാരത്തെ അവൻ എത്തിക്കും. അതുകൊണ്ട് അള്ളാഹു നോമ്പിനെ ഒരു പരിചയമാക്കി തന്നിട്ടുണ്ടെങ്കിൽ ആ പരിചയ ഉപയോഗിക്കാനും നമുക്കറിയണം. പരിചയ ശരിയായ രീതിയിൽ മുന്നിൽ വെക്കാതിരുന്നാൽ, അല്ലെങ്കിൽ അത് ബലമായി പിടിക്കാതിരുന്നാൽ, ആക്രമണകാരിയുടെ ഒരൊറ്റ പ്രഹരം അതിനെ വായുവിൽ പറത്തിക്കളയും. അപ്പോൾ ആ പരിചയ അതിൻ്റെ ജോലി ചെയ്യില്ല. അതിനാൽ ആക്രമണകാരികളിൽ വെച്ച് ഏറ്റവും അപകടകാരിയായ പിശാചിൻ്റെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാൻ അള്ളാഹുവിൻ്റെ ആരാധനയിൽ പുരോഗതി നേടുന്നതിലൂടെയും നമ്മുടെ രാത്രികളെ സജീവമാക്കുന്നതിലൂടെയും അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മുറുകെ പിടിക്കുന്നതിലൂടെയും മാത്രമേ ഒരു വിശ്വാസിക്ക് നോമ്പിൻ്റെ ഈ പരിചയയിൽ നിന്ന് ശരിയായ പ്രയോജനം നേടാൻ കഴിയൂ. ഈ പരിശീലന ദിനങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നു. നരകാഗ്നിയിൽ നിന്നും രക്ഷ നേടാനുള്ള കോട്ടയായി നോമ്പ് അപ്പോൾ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. കോട്ടയുടെ ഓരോ വാതിലിലും നമ്മുടെ ആരാധനകളുടെയും കർമ്മങ്ങളുടെയും കാവൽക്കാർ ഇരുത്തപ്പെടുമ്പോൾ, അപ്പോൾ ഈ കാവൽക്കാരും അള്ളാഹു തൻ്റെ അനുഗ്രഹം കൊണ്ട് സ്ഥാപിച്ചിട്ടുള്ള ഈ ശക്തമായ കോട്ടയുടെ മതിലുകളും ഇഹലോകത്തും പരലോകത്തും ഓരോ സത്യവിശ്വാസിയെയും നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കും. അള്ളാഹുവിൻ്റെ പ്രീതി നേടുന്നതും തഖ്വയിൽ നിലകൊള്ളുന്നതും മാത്രമാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വിപ്ലവം സൃഷ്ടിക്കുകയും ഇഹലോകത്തിലെയും പരലോകത്തിലെയും അനുഗ്രഹങ്ങളാൽ അവനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അള്ളാഹു ഒരിക്കൽ തന്ന ഈ സംവിധാനത്തിൽ നിന്ന് നാം പ്രയോജനം നേടാൻ ശ്രമിക്കേണ്ടതാണ്. അവൻ നൽകിയ കൽപ്പനകൾ അനുസരിച്ച് ഈ ദിവസങ്ങൾ ചെലവഴിച്ചുകൊണ്ട് തഖ്വയിൽ പുരോഗതി നേടേണ്ടതാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും തന്നെ ഈ റമളാൻ മാസത്തെ പ്രയോജനപ്പെടുത്താനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.